ആധുനിക സമൂഹത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഒട്ടേറെ തെറ്റിദ്ധാരണകളും യോഗയെക്കുറിച്ചുണ്ട്. പലരും വിചാരിക്കുന്നത് യോഗ എന്നാൽ ശരീരം വലിയ രീതിയിൽ വളച്ചു പുളച്ച് ചെയ്യുന്ന കഠിനമായ ആസനങ്ങളാണെന്നാണ്. എന്നാൽ അതല്ല. പ്രായമായ അമ്മമാർക്കും കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ പറ്റുന്ന ലളിതമായ ശ്വസനക്രിയകളും ശാസ്ത്രീയമായ ചെറിയ ചലനങ്ങളും യോഗയിലുണ്ട്. യോഗയുടെ ഈ വിഭാഗമാണ് യോഗ തെറാപ്പി. എന്താണ് യോഗ തെറാപ്പി എന്ന് വിശദീകരിക്കുകയാണ് പ്രമുഖ ഓൺലൈൻ യോഗ തെറാപ്പിസ്റ്റും സൗഖ്യം ആയുർവേദ ആൻഡ് യോഗ ഹോം തെറാപ്പി എന്ന സംരംഭത്തിന്റെ ഉടമയുമായ മോഹൻ. യോഗ തെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു ചികിത്സയാണ് തെറാപ്പി എന്ന് പറയുന്നത്. യോഗ ധാരാളം യോഗാസനങ്ങളുണ്ട്. അത് നമ്മൾ ആൾക്കാർ സാധാരണ വിചാരിച്ചിരിക്കുന്നത് യോഗ എന്ന് വെച്ചാൽ വളഞ്ഞ് പൊളഞ്ഞ് ശരീരം കുത്തി ഒഴിച്ച് ചെയ്യുന്ന ആൾക്കാർ പേടിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനാസനങ്ങളാണ്. അത് നമുക്ക് സാധാരണ രോഗമുള്ള ആൾക്കാർക്ക് ചെയ്യാനും പറ്റില്ല. അത് വിപരീത ഫലവും ചെയ്യും കഠിനാസനങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന കൂടുതലും രോഗമുള്ളവർക്കാണ്. കാര്യം പല രോഗങ്ങളും ചെയ്ത് പരാജയപ്പെട്ടവർക്കും, അതുപോലെ അമിതവണ്ണം, ആൻസൈറ്റി, ഡിപ്രഷൻ, തൈറോയ്ഡ്, PCOD അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ യോഗ തെറാപ്പി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാണിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുകയല്ല, നമ്മൾ ഓൺലൈനിൽ അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുക. അവരെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്തുനിന്ന് പിന്മാറുള്ളൂ. കാരണം നമുക്ക് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വീട്ടിലിരുന്ന് തന്നെ ഈ യോഗയും അതിൻ്റെ കൂടെ ഈ യോഗ തെറാപ്പിയും കൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. മരുന്നുകൾ നൽകിയുള്ള ചികിത്സയല്ല യോഗ തെറാപ്പിയുടെ ആധാരം. നടുവേദന, കഴുത്തുവേദന, കാൽമുട്ടുവേദന എന്നിവയുള്ളവർക്ക് യോഗ തെറാപ്പി വളരെ ഫലപ്രദമാണ്. അതുകൂടാതെ ഇന്നത്തെ കാലത്ത് അമ്മമാരിലും വീട്ടമ്മമാരിലും ഒരുപോലെ കാണുന്ന തൈറോയിഡ്, അമിതവണ്ണം, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുള്ളവർക്കും മികച്ച ആശ്വാസം ലഭിക്കുവാൻ യോഗ തെറാപ്പി സഹായിക്കും. ഓൺലൈൻ ക്ലാസ്സാണ് മോഹൻ നൽകുന്നത്. അതുകൊണ്ട് സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് സമാധാനമായി യോഗ തെറാപ്പി പരിശീലിക്കുവാൻ ഇത് ഫലപ്രദമാണ്. യാത്ര ബുദ്ധിമുട്ടായവർക്ക് ഏറെ സഹായകവുമാണ് ഇത്. ഓൺലൈൻ ക്ലാസ് സുരക്ഷിതമാണോ, തെറ്റുവരാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ സംശയങ്ങൾക്ക് മോഹന്റെ മറുപടി ഇങ്ങനെയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും നമ്മൾ നേരിട്ട് നമ്മുടെ അടുത്ത് വന്ന് പഠിപ്പിക്കുന്നതുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അടുത്ത് വരുമ്പോൾ നമുക്ക് നേരിട്ട് ആളിനെ കണ്ട് പഠിപ്പിക്കുക. പക്ഷേ സമാനമായ രീതി തന്നെയാണ് നമ്മൾ ഓൺലൈനിലും പഠിപ്പിക്കുന്നത്. കാര്യം നമ്മുടെ ഇത്ര ആൾക്കാർ പഠിച്ചു പോയെങ്കിലും ആരും ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ നേരിട്ട് തന്നെ 1-to-1 ആയിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം നേരിട്ട് അവരെ പഠിപ്പിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നാറുള്ളത്. ഓരോ രോഗമുള്ളവരും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. എങ്കിലേ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. കാര്യം നമുക്കൊരു 4-5 ആസനങ്ങളാണ് സാധാരണ, അല്ലെങ്കിൽ 8 ആസനം. അത് ഏതൊക്കെയാണെന്ന് ആ ആളിൻ്റെ ശരീരഘടന മനസ്സിലാക്കിയിട്ടും നിലവിലുള്ള രോഗാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ എണ്ണം കൂട്ടുകയുള്ളൂ. ഇപ്പം ചില ആസനങ്ങൾ ചെയ്യാൻ പറ്റാത്തവർ, ചിലപ്പം നട്ടലിന് വേദനയുള്ളവർ കാണും, അമിതവണ്ണമുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നട്ടലിൻ്റെ മറ്റ് ദോഷം വരാത്ത രീതിയിൽ വേണം നമുക്ക് വണ്ണത്തിൻ്റെ മാത്രം ചെയ്യേണ്ടത്. യോഗ ഹോം തെറാപ്പി എന്നാണ് ഞാൻ എൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ ലൈസൻസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ MSME ഉദ്യം രജിസ്ട്രേഷനാണ്. ഇപ്പം അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഉള്ള പേരാണ് നമുക്ക് ഉള്ളത്. അതായത് ഹോം തെറാപ്പി എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം എന്നാണ്. വീട്ടിൽ ചെന്നും ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാം. അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്ത് തഴവയിലാണ് മോഹന്റെ സൗഖ്യം യോഗ തെറാപ്പി സെന്റർ. എങ്ങനെ മോഹനെ ബന്ധപ്പെടാം എന്നും കൺസൾട്ടേഷൻ രീതികളെക്കുറിച്ചും മോഹൻ തന്നെ വിശദീകരിക്കുന്നു. എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്നേ ഒരു വാട്സപ്പ് വിടുക, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാം. ദൂരയാത്രകളുടെ ബുദ്ധിമുട്ടുകളില്ലാതെ വീട്ടിലിരുന്ന് തന്നെ മികച്ച ഒരു ആരോഗ്യ ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള ഉത്തമ വഴിയാണ് ഓൺലൈൻ യോഗ തെറാപ്പി.